ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കി എല്ലാരും പോയല്ലോ. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമൻ നായർ പറഞ്ഞിരുന്നു വേലി കഴിഞ്ഞാൽ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു 1 ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്താ അത് ശ്രീദേവി, ആണുങ്ങളെ തൊടുക? എനിക്ക് നാണം വരും കേട്ടോ. നാണോളെ ആളെന്തിനാ എന്നെ വേലി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേലി കഴിച്ചാൽ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. എന്തത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി, വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കൂട്ടോ. ശ്രീദേവി, ശ്രീദേവി, വേണ്ട ശ്രീദേവി, കരയണ്ട ശ്രീദേവി. ശ്രീദേവി, ഞാൻ ആരോട് പറയില്ല, കരയണ്ട. പാവം, നല്ലൊരു പെങ്കൊച്ച്. 8ഉം പൊട്ടും തിരിയാത്ത ഒരുത്തിനെയാണല്ലോ ഭഗവാനെ ഈശ്വര നീ അവൾക്ക് കൊടുത്തത്. നല്ല പെങ്കൊച്ച്. ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സുധർമ്മേ, എഴുതാപ്പുറം വായിക്കാണ്ടിരിക്കുക. നീ വെറുതെ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നല്ല ധാരണ തന്നെയാ ഉള്ളത്. വെറുതെ തർക്കിക്കാൻ നിൽക്കാണ്. നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഹലോ. അല്ലേ, ഇതാര് ടൗൺ ഹാളാ? നിന്റെ തന്തപ്പടിയാണ് ടൗൺ ഹാള്. അയ്യേ, എന്തിനാടാ രാവിലെ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്? എന്റെ പൊന്നു രാമൻ നായരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ടൗൺ ഹാളിൽ നിന്ന് കൂട്ടി വിളിക്കല്ലേ എന്ന്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നു ചെന്നും മുന്നേ എന്നെ ഇങ്ങനെ കളിയാക്കുന്നു വെച്ചാ അത് കഷ്ടമല്ലേ? അല്ല കുഞ്ഞിരാമേട്ടാ, നിങ്ങൾക്ക് എന്താ ബദ്ധാ പറ്റിയേ? അത് ശരി, ഇനിയിപ്പൊ അത് ഞാൻ തന്നെ വിശദീകരിക്കണം. ശിവശങ്കര, ഞാൻ പറഞ്ഞുതരാം. ഇയാള് 10-20 വർഷമായിട്ട് സിംഗപ്പൂരായിരുന്നറിയാലോ. 2 വർഷം മുമ്പാ നാട്ടിൽ വന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഗ്രാമസഭയുടെ പ്രസിഡന്റ് ആക്കും. രാമൻ നായരെ, കുറെ കാലം സിംഗപ്പൂരിലൊക്കെ താമസിച്ചിരുന്ന ആളല്ലേ, കുറച്ച് വിവരമൊക്കെ കാണുമെന്ന് നാട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചു. നാണപ്പാ വേണ്ട. ഗ്രാമസഭയുടെ ആദ്യത്തെ മീറ്റിംഗ്, അതിൽ വെച്ച് ഈ മഹാ ഒരു കാച്ചി നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറില്ലേ, അതുപോലൊരു പ്രസ്താവന. എന്താ നമ്മുടെ നാടിന് സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ പണിയണമെന്ന്. ഈ പട്ടിക്കാട് ഗ്രാമം എന്നാ ശിവശങ്കര ടൗൺ ആയത്? സത്യം. അല്ല, ഇതാരും പുതുമണമാണല്ലോ. എടേ, ഇവന്റെ വേളി കഴിഞ്ഞിട്ട് 4 ദിവസം തികച്ചായില്ലല്ലേ. അതിനുമ്പോ ടയർ ഉരുട്ടിക്കൊണ്ട് ഇറങ്ങിയോ? ഉണ്ണി, ചായ വേണോ? വേണം വേണം, 2 എന്താ? ഭയങ്കര വിശപ്പ്. ഇപ്പൊ തരാം. എങ്ങനുണ്ട് ഉണ്ണി ശ്രീദേവി? വേളി കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? ഞാൻ പിന്നെ ഇല്ല തന്നെ കിടന്നുറങ്ങണോ? ആദ്യരാത്രിയൊക്കെ ഗംഭീരമായിരുന്നു ഉണ്ണിയെ. ഏതാ ആദ്യരാത്രി? അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നാ? ഓ, അതാണോ? രാമൻ നായർ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. പക്ഷെ പാല് മുഴുവൻ ഞാൻ കുടിച്ചു പോയി. ഇവനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ഒന്നും നേരെയാവില്ല. ആ പെണ്ണിന്റെ ഒരു ഗതി. അല്ല, ഗതി കെട്ടാ പുലി പുല്ലും തിന്നണം. പട്ടിണി കിടക്കുന്നതിലും ഭേദമാണല്ലോ വലതും കട്ട് തിന്നുന്നത്. ഒരു അമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി. നീ ഇങ്ങോട്ട് നിക്ക്.
ഒരു അമ്മ കടയിൽ പോയി 1 ഡസൻ വള വാങ്ങി ആ വളയുടെ നിറം ഞാനും കേട്ടോ കളിക്കാൻ. ഞാൻ ഒളിക്കാൻ പോവാ. ഉണ്ണിയേട്ടാ, ശ്രീദേവി എടുത്ത് വഴക്ക് പറയൂട്ടോ. അതൊന്നും സാരമാക്കണ്ട, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞോളാം. ശ്രീദേവി ഏട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഉണ്ണിയേട്ടനെ കൂട്ടരുതെന്ന്. എന്നാ ഇവിടെ ആരും കളിക്കണ്ട. നോക്കുണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ വേളി കഴിഞ്ഞ ആളല്ലേ, അപ്പൊ പിന്നെ കുട്ടികളോടൊപ്പം കളിക്കാൻ പാടുണ്ടോ? അധികം പറയണ്ട കേട്ടോ. ഞാൻ ആ മാരാരെ കാണട്ടെ. അയാള് പറഞ്ഞിട്ടാ ഞാൻ ഈ ശ്രീദേവിയെ കല്യാണം കഴിച്ച. ഇപ്പൊ കളിക്കാനും പറ്റില്ല എന്ന് വെച്ചാ എനിക്ക് കളിക്കണം. ഉണ്ണിയേട്ട ഇന്നുകൂടി കളിച്ചോ, നാളെ തൊട്ട് കളിക്കണ്ട കേട്ടോ. അത് നാളെ പറയാം. ഇപ്പൊ നമുക്ക് കളിക്കാം. ലക്ഷ്മി എണ്ണിക്കോ, നമുക്ക് കളിക്കാം. 1 2 3 4 5 6. എന്താ ഇത്? അപ്പടി നനഞ്ഞല്ലോ. എന്താ ശ്രീദേവി കാണിക്കുന്നേ? ഞാനിപ്പോ കുളിക്കണില്ല. ഞാൻ ദാ ആ മുലയിൽ ഒളിക്കാൻ പോവാ. ലക്ഷ്മി ഒന്ന് ചോദിച്ചാ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കാണിച്ചു കൊടുത്താ മുത്തശ്ശനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങിത്തരും. വേളി കഴിഞ്ഞ ദിവസത്തെ പ്രസരിപ്പൊന്നും ശ്രീദേവിക്ക് ഇപ്പൊ ഇല്ലാലോ. എന്ത് പറ്റി? ഞാനങ്ങട് പിന്നെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുട്ടി വിഷമിക്കണ്ട, ഞാനില്ല ഇവിടെ. അങ്ങട് മാറാ. ആയ് സുധർമ്മ, മിണ്ടരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കണ്ട പാഷാണ് തന്ന് കൊല്ലും നിങ്ങളെ ഞാൻ. ഞാൻ ലക്ഷ്മി പോ. അതാ ഇതിലേ ശ്രീദേവി, മോളെ ശ്രീദേവി. എന്താ അമ്മേ? മോള് കരയായിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ കരയുന്നേ? ഇല്ല, മോള് കരഞ്ഞു തന്നെയാ. അല്ലെങ്കിൽ എന്തിനാ കണ്ണ് കലങ്ങിയിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മേ, വെറുതെ തോന്നിയതാവും. മോളെ, മോള് ഞങ്ങളെ ശപിക്കരുത്. മാറും, അവന്റെ ഈ കുട്ടികളെയൊക്കെ മാറും. മോള് കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. പരമന്ത്രവിഭേദിനി മൂർത്താനിത്യസപ്തമുനിമാനസഹം പാർവന്തൻ രാമണീ വീരമാതാവയൽപസു മുകുന്ദ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി. നമ്മൾ ചെയ്തത് വലിയ ചതിയായിപ്പോയി അച്ഛ. ഈശ്വരൻ പോലും പൊറുക്കൊന്നും തോന്നണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? വേളി കഴിച്ചാലെങ്കിലും അവന്റെ സ്വഭാവം മാറുന്നു കരുതി. അല്ല, അങ്ങനെ മാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാ നോം ഇങ്ങനെയൊരു തീരുമാനത്തിന് മുതിർന്നത് തന്നെ. മാറില്ല എന്ന് ഇപ്പോഴും തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അതിനവളും കൂടി ഒന്ന് നിരീക്ഷിക്കണ്ടേ? ആ കുട്ടിയെ എങ്ങനെയാ കുറ്റപ്പെടുത്തുക? മുന്നും പിന്നും നോക്കാതെ ഉണ്ണിയുടെ വേളിയായില്ലേ അവള്. അത് തന്നെ പുണ്യം. വയ്യ, അവളുടെ മുഖം കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. ദേ വരണുണ്ട് അവൻ. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. രാവും പകലും ഇല്ലാത്ത ഈ കുട്ടികളെ ഒന്ന് നിർത്തണമെന്ന് അച്ഛൻ അവനെ ഒന്ന് ശാസിക്കണം. അമ്മേ, ഉണ്ണിക്ക് വിശക്കുന്നു. തിന്നാൻ എന്തെങ്കിലും താ. അവിടെ നിക്ക. എവിടെയായിരുന്നു നീ ഇത്ര നേരം? പാടത്ത് നിറയെ മിന്നാമിനുങ്ങ്. മിന്നോമിനുങ്ങ്. ഞാനും കിച്ചും കൂടി അത് പിടിക്കാൻ പോയത്. എനിക്കാ കൂടുതലും കിട്ടിയേ. ദാ നോക്കിയേ, ഇത് ഞാൻ ശ്രീദേവിക്ക് സമ്മാനായി കൊണ്ടുവന്നതാ. ഉണ്ണി, നിന്റെ ഈ കളിയും വിളയാട്ടൊക്കെ ഒന്ന് നിർത്തുക. കിച്ചുവിന്റെയും ലച്ചുവിന്റെയും ഒന്നും പ്രായമല്ല നിനക്ക്. മുതിർന്ന ആളാ നീ, വേളി കഴിഞ്ഞ പുരുഷൻ. അകത്തൊരു പെണ്ണുണ്ട്,
നിന്റെ ഭാര്യ ശ്രീദേവി. അവളിപ്പോ സദാ നേരവും വിഷമിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഈ സ്വഭാവം കാരണം അവളെ നീ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. മോനെ, നീയല്ലാതെ ആരാ ശ്രീദേവിക്കുള്ളത്? അവള് നിന്നോട് പിണങ്ങിയിരിക്കുക. പാവമല്ലേ ശ്രീദേവി? മോൻ എപ്പോഴും ശ്രീദേവിയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. മോനല്ലേ അവളെ സ്നേഹിക്കേണ്ടത്. ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. പാവം. ശ്രീദേവി, ശ്രീദേവി, ആ ഉണ്ണിയേട്ടൻ എത്തിയോ? കുട്ടി എന്നോട് പിണക്ക? ഞാൻ എന്തിനാ ഉണ്ണിയേട്ടനോട് പിണങ്ങുന്നേ? അമ്മ പറഞ്ഞല്ലോ കുട്ടി എന്നോട് പിണങ്ങല്ലേ കേട്ടോ. ശ്രീദേവി കരയാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? അയ്യോ, ശ്രീദേവി കരയല്ലേ? ശ്രീദേവി കരയുന്നുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയും. കരയല്ലേ ശ്രീദേവി? ശ്രീദേവി കരയല്ലേ? ശ്രീദേവി കരയല്ലേ? ദേ കണ്ടോ, ഇത് ഞാൻ ശ്രീദേവിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കരയല്ലേ ശ്രീദേവി? ഇതെല്ലാം ശ്രീദേവിക്കുള്ളതാ. അയ്യോ, അയ്യോ, മിന്നാമിനുങ്ങ് വന്ന് പിടിക്ക് ശ്രീദേവി, ഒന്ന് പിടിക്ക് മിന്നാമിനുങ്ങ്. അയ്യോ അയ്യോ. എന്താ കുഞ്ഞെ? ഒന്നുമില്ല. ഞാനെന്തോ നാം ഇന്നലെ സൂചിപ്പിച്ച കാര്യത്തിനോട് എന്താ ശ്രീദേവിയുടെ അഭിപ്രായം? എന്ത് കാര്യം? അപ്പൊ ശ്രീദേവിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല? നിക്കറിയാ ഉണ്ണിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്. ശ്രീദേവി, ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഉണ്ണി. ഇതൊക്കെ അവന് കിട്ടിയ ശിക്ഷയാ. എല്ലാരും ചേർന്ന് ശ്രീദേവിയെ ചതിച്ചതാ. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. പിന്നെ ധൂമകേതു വരണു. എന്നെ നിന്നെ ഇങ്ങനെ കണ്ടാൽ ഇവിടെ ഭൂകമ്പം നടക്കും. ഞാൻ ഇപ്പൊ പോവാ, പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. അല്ല, രാജകുമാരി ഇവിടെ പകൽക്കിനാ വേണ്ടി നിക്ക. വേഗം പോയി പാൽക്കഞ്ഞി തയ്യാറാക്ക്. മുത്തച്ഛൻ ഇപ്പൊ പൂജാമുറിന്ന് ഇറങ്ങും. തിരുമേനി എങ്ങോട്ടാണാവോ? രാമനായർ കടയിലേക്ക് പോവാ. വരുന്നോ? ഇല്ല, കുഞ്ഞ് വെക്കോ. കണാറിന്റെ പണി തീർന്നിട്ടല്ലോ കുഞ്ഞ്. വെക്കോ. ടാറ്റാ. ഓ, ആ പിന്നെ തിരുമേനി പോയോ? കണാര,
കണാരാ, കുഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കണാരൻ സത്യം പറയോ? ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചത്? ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണിയേട്ടനെന്ന് ഏട്ടൻ നമ്പൂതിരി എന്നോട് പറഞ്ഞു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് സുധർമ്മേട്ടത്തി വന്നു. ഇനി എനിക്കത് ചോദിക്കാനാവില്ല. വസുദേവേട്ടനോട് മാത്രമല്ല, തറവാട്ടിലുള്ള ആരോടും. അതെല്ലാം ചോദിച്ച് തറവാട്ടിലുള്ളവരെ വിഷമിപ്പിക്കാനും ഞാനില്ല. കണാരൻ എന്നെ വിശ്വസിക്കാം. എനിക്കും വിശ്വാസമാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്. പറയൂ, ഉണ്ണിയേട്ടൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. സത്യം ഞാൻ അറിഞ്ഞെന്ന് കരുതി ഒരബദ്ധം കണാരനുണ്ടാവില്ല. ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത്. ഞാൻ പറയാം കുഞ്ഞ്.